എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയ വിശേഷങ്ങളിലോട്ട് സ്വാഗതം. അപ്പോൾ നാളെ നമ്മുടെ ചെമ്പനീർ പൂവിൽ താലിമാറ്റൽ ചടങ്ങിൻ്റെ എപ്പിസോഡുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചിയാണ് മഹിമയുടെ ഭർത്താവിൻ്റെയും ശ്രുതിയുടെയും ലക്ഷ്യം. സച്ചിയെ ട്രിഗർ ചെയ്ത് ആ പരിപാടിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം. ശ്രുതിയുടെ അച്ഛൻ്റെ കാര്യം എല്ലാവരും മറന്നു പോകണം. അതുവഴി മഹിമയ്ക്കാണെങ്കിലും മഹിമയുടെ മോളെയും ഭർത്താവും സ്ഥിരമായി വീട്ടിൽ കൊണ്ടുപോയി നിർത്തണം, ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട്. ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം. എല്ലാവരും നോട്ടോടുന്നതാകട്ടെ നമ്മുടെ സച്ചിയെയും. അപ്പോൾ രേവതി അതിനായിട്ട് ആദ്യം ഒരു ബോംബ് മഹിമ ഇട്ടിട്ടുണ്ടായിരുന്നു. സച്ചി ഈ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന് വീട്ടിൽ പോയി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. രേവതിയൊന്നും കൂടെ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാവരുടെയും അഭ്യർത്ഥന പ്രകാരം, ശ്രീകാന്തിൻ്റെയും വർഷയുടെയൊക്കെ അഭ്യർത്ഥന പ്രകാരം സച്ചി ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് മഹിമയ്ക്കൊരു മുതൽക്കൂട്ടായി. കാരണം ഇനി സച്ചി പരിപാടിയിൽ പങ്കെടുത്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ, ഇതുകൊണ്ടാണ് ഞാൻ സച്ചിയോട് വരരുതെന്ന് പറഞ്ഞത് എന്നൊരു കാരണം കൂടി മഹിമയ്ക്കൊരു എടുത്തിടാനൊരു കാരണമായല്ലോ. ഇതൊക്കെയാണ് മഹിമയുടെ മനസ്സിൽ. അങ്ങനെ നമ്മുടെ താലിമാറ്റൽ ചടങ്ങിൻ്റെ ദിവസം വന്നെത്തി. രേവതിയാണെങ്കിൽ സച്ചിനോട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ പ്രശ്നം, സച്ചിയേട്ടനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന എന്തൊക്കെ പ്രശ്നം കണ്ടാലും സച്ചിയേട്ടൻ ഒന്നും മിണ്ടരുത്, ആ പരിപാടി കഴിയുന്നത് വരെ സച്ചിയേട്ടൻ ഒന്നും മിണ്ടാതെ വേണം ഇരിക്കാൻ എന്നൊക്കെയാണ് രേവതി പറയുന്നത്. സച്ചി ഇതെല്ലാം അനുസരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ താലിമാറ്റൽ ചടങ്ങിൻ്റെ ദിവസം വന്നെത്തി. സച്ചി ഒന്നും മിണ്ടാതെ തന്നെ ഹോളിലോട്ട് പോവുകയാണ്. നല്ല വലിയ ഹോളാണ്, ആഡംബരമായിട്ട് തന്നെയാണ് പരിപാടികളൊക്കെ നടത്തുന്നത്. ശ്രുതിക്കൊരു സ്ഥലത്ത് അച്ഛൻ വരുന്നില്ലെന്ന ടെൻഷൻ, മഹിമയ്ക്കാണെങ്കിൽ സച്ചിനെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാപ്പിക്കണം എന്നുള്ള വിചാരം. അപ്പോൾ അങ്ങനെ, പക്ഷേ സച്ചിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ അവർക്കൊക്കെ നമസ്കാരം പറഞ്ഞ് സ്റ്റേജിലോട്ട് കയറി വരുവാണ്. സച്ചിയെ ആദ്യം തന്നെ പ്രശ്നം ഉണ്ടാക്കിപ്പിക്കാൻ വേണ്ടി മഹിമ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ, മഹിമയുടെ ഒരു കസിൻ ഉണ്ട്, അവരാണെങ്കിൽ കുടുംബത്തിൽ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നവരാണ്. ആ 2 പേരെ പരിപാടിക്ക് വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് അവരോട് പറയും, ദേ ആ ഇരിക്കുന്നതാണ് സച്ചി, സച്ചിയുടെ കൂടെ രേവതി ഇരിക്കുന്നുണ്ട്, രേവതി എങ്ങും പോയിട്ടില്ല, പരിപാടി അലമ്പാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സച്ചിയുടെ കൂടെ തന്നെ ഇരിക്കുവാണ്. മഹിമ കാണിച്ചു കൊടുക്കും, ദേ അതാണ് സച്ചി, നിങ്ങൾ പോയി അവനെ ഉപദ്രവിക്കണം, അതായത് അവനെ മാക്സിമം വേദനിപ്പിക്കണം, അവൻ്റെ കാലിൽ ചവിട്ടി നെരിക്കണം, അവൻ വേദന കൊണ്ട് നിങ്ങളെ ചീത്ത പറയണം, തല്ലണം, അതുവഴി എനിക്കൊരു പ്രശ്നം ഉണ്ടാക്കണം, അതാണ് എൻ്റെ പ്ലാനിങ്, തകർക്കരുത്, നിങ്ങൾ പോയി ചെയ്യണം എന്ന് പറയുവാണ്. അപ്പോൾ ഇവർ 2 പേരും കൂടി 2 പേരിൽ ഒരാൾ പോകുവാണ്. അയാൾ ഫോണും ചെയ്ത് ഇങ്ങനെ സംസാരിച്ച് സച്ചി ഇരിക്കുന്ന സ്ഥലത്തെത്തിയിട്ട് സച്ചിയുടെ കാലിൽ പിടിച്ചിട്ട് ഒറ്റ നെരിക്കൽ ഇങ്ങോട്ട് നെരിക്കും. രേവതി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. സച്ചിയാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുവാണല്ലോ. സച്ചി അപ്പോൾ പറയും, സച്ചി രേവതി ചോദിക്കും, എന്താ സച്ചി ഏട്ടാ? അപ്പോൾ സച്ചി ഇങ്ങനെ കാണിക്കുന്നുണ്ട് കാല്, പക്ഷെ രേവതി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. രേവതി പരിപാടി തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സച്ചി കുറേ നേരം, അയാളാണെങ്കിൽ നല്ല അമർത്തലാണ്ട് അമർത്തുന്നത്. പാവം സച്ചി വേദനയൊക്കെ സഹിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. കുറേ മൂളിയൊക്കെ നോക്കും. ഇയാളാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ ഫോണിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം സച്ചി സ്വാമിയെ ശരണയ്യപ്പ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേക്കോട്ടെ. അപ്പം തന്നെ രേവതി എന്താ സച്ചിയേട്ടാ എന്ന് ചോദിക്കും. സച്ചിക്ക് ദേഷ്യം വന്നു, പക്ഷെ സച്ചി അതെല്ലാം കൺട്രോൾ ചെയ്യും. അപ്പോൾ സച്ചി പയ്യെ പറയും, ശാന്തമായിട്ടൻ അയാളോട് പറയും, ദേ എൻ്റെ കാല് കണ്ടോ, താങ്കൾ എന്താണ് ഈ ചെയ്തത്, എൻ്റെ കാല് നിങ്ങൾ നെരിച്ച് ചവിട്ടിയതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അപ്പോൾ അയാൾ പറയും, അയ്യോ സോറി, ഞാൻ ഫോണിൽ സംസാരിച്ച് വരുന്നുണ്ട്, തൻ്റെ കാല് അവിടെ ഇരിക്കുന്നത് കണ്ടില്ല, സോറി എന്നൊക്കെ പറയുന്നുണ്ട്. സച്ചി പറയും, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയും. രേവതിക്ക് ദേഷ്യം വരുവേ. രേവതി അപ്പോൾ ചീത്ത പറയുന്നുണ്ട്, ഫോണിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ കാലിൽ ചവിട്ടി അത് മനസ്സിലാക്കാനുള്ള ബോധമില്ലേ എന്നൊക്കെ പറഞ്ഞ് രേവതി ചൂടാവുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, പോട്ടെ രേവതി, സാരമില്ല, അയാൾ കണ്ടില്ലെന്നല്ലേ പറയുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ അയാൾ പറയും, എന്താടോ തനിക്ക് ദേഷ്യം വരുന്നുണ്ടോ, തനിക്ക് എന്നെ തല്ലണോ എന്നൊക്കെ അങ്ങോട്ട് ചോദിച്ച് പോകുവാണ് സച്ചിനോട്. സച്ചിയെ ദേഷ്യം പിടിപ്പിക്കണമല്ലോ, അതാണല്ലോ ലക്ഷ്യം. അപ്പോൾ സച്ചി പറയും, എനിക്ക് ദേഷ്യമൊന്നും വന്നിട്ടില്ല, എനിക്ക് തന്നെ തല്ലേം വേണ്ട, താൻ പൊയ്ക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയും, പ്ലീസ് എന്നെ തല്ല് എന്നൊക്കെ പറയുമ്പോൾ സച്ചി പ്ലീസ് പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ അയാളെ പറഞ്ഞു വിടുവാണ്. എന്നിട്ട് സച്ചി വീണ്ടും അവിടെ ഇരുന്നിട്ട് വീണ്ടും പരിപാടി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇയാൾ പോയി മഹിമേനോട് പറയും, ഞാൻ മാക്സിമം ബലത്തിൽ ചവിട്ടി, അയാൾ എന്തൊരു മനുഷ്യനാണ്, പക്ഷെ എന്നൊരു ചീത്ത പോലും പറഞ്ഞില്ല, വളരെ ശാന്തമായിട്ട് തന്നെയാണ് സംസാരിച്ചതെന്ന് പറയും. അപ്പം മഹിമ പറയും, നീ മര്യാദക്ക് ചവിട്ടിക്കാണില്ല, അതല്ലേ അവൻ ഒച്ചെടുത്ത് പ്രശ്നം ഉണ്ടാക്കാണ്ടോന്നിരുന്നത്, നീ മര്യാദക്ക് ചവിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നേന്ന് പറയുമ്പോഴേക്കും അയാൾ മഹിമയുടെ കാലിലിട്ട് ഒറ്റ ചവിട്ടുക. എന്നിട്ട് പറയും, ഇങ്ങനെയാണ് ഞാൻ ചവിട്ടിയെന്ന് പറയുമ്പോഴേക്കും മഹിമ ജീവൻ കൊണ്ട് പോളെ. അപ്പം മഹിമ, അയ്യോ നീ എന്തിനാണ് ദുഷ്ട എന്നെ ചവിട്ടിയത്? അപ്പം അവൻ പറയും, ഞാൻ ചവിട്ടി, അവൻ അങ്ങനത്തെ മൈൻഡാണ്, അവൻ അത്രയും സൗമ്യമായിട്ടാണ് അവൻ ഇരുന്നതെന്നൊക്കെ പറയാം. അപ്പം മഹിമ പറയും, പോട്ടെ, വേറൊരവസരം വരും. എന്നിട്ട് മഹിമ നോക്കുമ്പോൾ സച്ചി ഞൊണ്ടിയാണ് നടക്കുന്നത്. അപ്പം മഹിമ വിചാരിക്കുന്നുണ്ട്, ഇവൻ ഇത്രയും വേദനിച്ചിട്ടും ഇവൻ എന്താ ഒന്നും ചെയ്യാത്തത്, ഇവനിട്ട് വേറൊരു പണി കൊടുക്കാം എന്നൊക്കെ മഹിമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നെ മഹിമ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ,
മഹിമയുടെ വേറൊരു കസിനും കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഫ്രണ്ട്സ് ഫ്രോഡായിട്ടുള്ളത്. അയാളെ വിളിച്ചിട്ട് പറയും, ദേ അതാണ് സച്ചി, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവനെ കൊണ്ട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടാക്കിയിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കണേ ചടങ്ങിലെന്നൊക്കെ പറഞ്ഞ് വിടുവാണ്. അപ്പോൾ സച്ചി ഇങ്ങനെ സച്ചി എവിടെയോ നോക്കിയിട്ട് ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുവേ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പുറകെ വന്നിട്ട് എടാ മഹേഷ് എന്ന് പറഞ്ഞ് മുതുകത്തിട്ട് ഒറ്റ അടി അടിക്കുക. അപ്പോൾ സച്ചി അമ്മേ എന്ന് പറഞ്ഞ് തിരിയും. അപ്പോൾ പറയും, അയ്യോ സോറി, ഞാൻ എൻ്റെ ഫ്രണ്ട് മഹേഷ് ആണെന്ന് പറഞ്ഞ് അടിച്ചതാണ്. മഹേഷ് ചേട്ടനെ പോലെ തന്നെയാണ്, ഇതേ ശരീരം ഇതേ പൊക്കം. സോറി ചേട്ടാ, ഞാൻ മഹേഷ് ആണെന്ന് പറഞ്ഞ് അടിച്ചതെന്ന് പറയാം. അപ്പോൾ സച്ചി പറയും, എന്തടിയാടോ താൻ അടിച്ചത്, ഇങ്ങനെയാണോ ഒരു കൂട്ടുകാരനെ കാണുമ്പോൾ കാണിക്കുന്നതെന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. അയ്യോ സോറി ചേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, എന്താ സച്ചിയേട്ടാ എന്താ? ഇയാൾ ആൾ മാറി അയാളുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് എൻ്റെ മുതുകത്തിട്ട് വന്ന് ഒറ്റ അടി അടിച്ചു എന്ന് പറയും. അപ്പോൾ രേവതി പറയും, തനിക്കെന്താടോ കണ്ണ് കണ്ടൂടെ, ഇങ്ങനെയാണോ ഒരാളോട് പെരുമാറുന്നൊക്കെ? രേവതി അവിടെയും ചൂടാവുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, പോട്ടെ അയാൾ ആളറിയാതെ അല്ലേ, ബാക്ക് തിരിഞ്ഞ് നിന്നുകൊണ്ട് അയാൾക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയും. അപ്പോൾ അയാൾ പറയും, ചേട്ടൻ എന്താ ചേട്ടാ, ഞാൻ പറഞ്ഞല്ലോ കാരണം, എനിക്ക് ആൾ മാറിപ്പോയതല്ലേ, ചേട്ടൻ എന്താ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ എന്നെ തിരിച്ചൊരു തല്ലിക്കോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോൾ സച്ചി പറയും, എനിക്ക് തല്ലേന്നും വേണ്ട, താൻ പോയിക്കോ, എനിക്കൊരു കുഴപ്പമില്ല എന്നിട്ട് സച്ചി മുതുകും തിരുമ്മിക്കൊണ്ട് പോകുവാണ്. മഹിമയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. കാരണം മഹിമയുടെ ആ പ്ലാനിങ്ങും പൊളിഞ്ഞു. സച്ചിക്കാണെങ്കിൽ ദേഷ്യവും വരുന്നില്ല, ഒന്നും മിണ്ടാതിരിക്കുകയാണ്. മഹിമയ്ക്ക് അങ്ങോട്ട് ദേഷ്യം കയറി വരുവാണ്. ഇതിൻ്റെ ഇടയിൽ ശ്രുതിയുടെ ഫ്രണ്ട് മീരയും കൂടി ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ, മീരയുടെ ഒരു പരിചയത്തിലുള്ള ആളെ കൊണ്ടുവരുവാണ്. അതായത് നന്നായിട്ട് കുടിക്കുന്ന ഒരാൾ, അയാളെ കൊണ്ടും സച്ചിയെ കൊണ്ടും കുറേ കള്ള് കുടിപ്പിക്കുക എന്നതാണ് ശ്രുതിയുടെ ലക്ഷ്യം. എന്താണെന്ന് വെച്ചാൽ കള്ള് കുടിച്ചു കഴിഞ്ഞാൽ സച്ചിയുടെ സ്വഭാവം മാറുമല്ലോ, പിന്നെ സച്ചി എന്താ ചെയ്യുന്നതെന്ന് സച്ചിക്ക് തന്നെ ബോധം ഉണ്ടാവില്ല. അപ്പം മീരയുടെ ഒരു കസിനെ കൊണ്ടുവരുവാണ്. അയാൾ വന്ന് സച്ചിയോട് ഭയങ്കര പണ്ട് ഒരുപാട് നാളത്തെ പരിചയമുള്ള പോലെയൊക്കെ കുറേ നേരം സംസാരിക്കുകയും രേവതി ഇല്ലാത്ത ടൈമിലാണേ. സച്ചി താൻ എന്താണ് ഇവിടെ ഇരിക്കുന്നത്, ഇത് പെണ്ണുങ്ങളുടെ ചടങ്ങല്ലേ, നമുക്ക് വാ പുറകയിലോട്ട് പോകാമെന്നൊക്കെ പറയും. താൻ ആരാന്ന് ചോദിക്കുമ്പോൾ, എന്നെ മനസ്സിലായല്ലേ, പണ്ടൊരു ദിവസം അവിടുത്തെ ബാറിൽ വെച്ച് താങ്കൾ എനിക്ക് കുറേ കള്ള് മേടിച്ചു തന്നിട്ടുണ്ട്, മുട്ട ഓംലേറ്റ് മേടിച്ചു തന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ സംസാരിക്കും. സച്ചി പറയും, എനിക്ക് ഓർമ്മയില്ലല്ലോ. സച്ചിക്ക് ഓർമ്മയില്ലാത്തതായിരിക്കും, സച്ചി കള്ള് കുടിച്ച് നല്ല ഫിറ്റ് ആയിരുന്നല്ലോ, എനിക്ക് ആ കടമൊക്കെ ഇന്ന് തീർക്കണം, ഇത് പെണ്ണുങ്ങളുടെ ചടങ്ങാവാ, നമുക്ക് പുറകയിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് സച്ചിയെ പുറകെ വിളിച്ചുകൊണ്ട് പോയിട്ട് കുറേ മദ്യക്കുപ്പി ഇങ്ങനെ കാണിച്ചു കൊടുക്കുവേ. സച്ചിക്കാണെങ്കിൽ അതൊക്കെ കുടിക്കണം എന്നുണ്ട്. സച്ചി ഇങ്ങനെ എടുക്കാൻ പോകുമ്പോഴേക്കും കൈ പിടിച്ച് മാറ്റും. സച്ചി തന്നെ കൈ പിടിച്ച് മാറ്റിയിട്ട് പറയും, ഇല്ല ഞാനിന്ന് എന്തായാലും കുടിക്കില്ല, രേവതിക്ക് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും, ഈ പരിപാടി അലമ്പാവും, എന്തെങ്കിലും കണ്ടാൽ ഞാൻ പ്രതികരിക്കും, അതുകൊണ്ട് ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞ് സച്ചി സ്വയം കൈയൊക്കെ പിടിച്ച് മാറ്റിയിട്ട് ഓടിപ്പോവാണ് ഹോളിലോട്ട്. അങ്ങനെ ശ്രുതിയുടെയും മീരയുടെയും പ്ലാനിങ് പൊളിയും. പക്ഷെ പിന്നെ ഒരു മഹിമ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, സച്ചിയെയും സച്ചിയുടെ അച്ഛനെയും ഉച്ചക്ക് ഫുഡ് കഴിക്കുന്ന ടൈമിൽ അവരെ കൊണ്ടേ പന്തിയിലിരുത്തിയിട്ട് വലിയ VIP കളെ കൊണ്ടുവന്നിട്ട് വരുമ്പോഴേക്കും, നിങ്ങളെന്താ ഇപ്പോൾ ആദ്യം തന്നെ കയറിയിരിക്കുന്നതെന്ന് പറഞ്ഞ് അവരെ പിടിച്ചു മാറ്റി ഇവരെ ഇരുത്തുമ്പോഴേക്കും അവർക്കതൊരു നാണക്കേടാകുമല്ലോ. സച്ചി അപ്പോൾ അതിനെതിരെ റിയാക്ട് ചെയ്യും എന്നൊക്കെ പ്രതീക്ഷിച്ച് അങ്ങനെ ഒരു പ്ലാനാണ് മഹിമ തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനെ സച്ചിയും അച്ഛനെയൊക്കെ അവർ നിർബന്ധിച്ചു കൊണ്ടേ ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടി ഇരുത്തുവേ. നിങ്ങൾ കഴിക്കും, നിങ്ങളല്ലേ ചെക്കൻ്റെ വീട്ടുകാർ, നിങ്ങൾ വേണം ആദ്യം ഇരിക്കാനെന്നൊക്കെ പറഞ്ഞ് സച്ചിയും സച്ചിയുടെ അച്ഛനെയൊക്കെ ഫുഡ് കഴിക്കാൻ കൊണ്ടിരുത്തും, മഹിമയും മഹിമയുടെ ഭർത്താവും കൂടി. അപ്പോൾ ഇവരങ്ങനെ ഇരിക്കുവേ. എന്നിട്ട് പയ്യെ ഇയാൾ 2-3 VIP കളെയും കൊണ്ട്, എടാ അതെ അതാണ് സച്ചിയും സച്ചിയുടെ അച്ഛനും, നമുക്ക് അവിടെ പോയിട്ട് വേറെ സീറ്റൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഞാൻ നിർബന്ധിക്കും ഇരിക്കാൻ വേണ്ടി, അപ്പോൾ ഇവരെ ഞാൻ എഴുന്നേൽപ്പിച്ചിട്ടേ നിങ്ങളെ ഇരുത്തുള്ളൂ, നിങ്ങളപ്പോൾ ഒന്നും മിണ്ടാൻ പാടില്ല, എനിക്ക് സച്ചിയെ ദേഷ്യപ്പെടുത്തണം, അതാണ് എൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെയും കൊണ്ട് പോകുവാണ് കേട്ടോ. അവിടെ പോയി നോക്കുമ്പോഴേക്കും സച്ചിയുടെ അച്ഛൻ ഇരുത്തിയ സ്ഥലത്ത് അവരെ കാണാനില്ല, പകരം 2 കുട്ടികൾ. ഇവർ ചമ്മിപ്പോകുകയും മഹിമയുടെ ഭർത്താവും, അല്ല നിങ്ങളെന്താ ഇരുന്നില്ലേ ഫുഡ് കഴിക്കാൻ? അല്ല, ഈ 2 പിള്ളേർക്ക് സീറ്റില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾ അവരെ പിടിച്ചിരുത്തി. ഞാൻ നിങ്ങളോടല്ലേ ഇരിക്കാൻ പറഞ്ഞു, പിള്ളേർ എപ്പോഴായാലും ഇരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവർ പറയുമ്പോഴേക്കും, പിള്ളേരല്ലേ അവർക്ക് വിശക്കില്ലേ, അവരിരുന്നോളൂ, ഞങ്ങൾ പിന്നെ ആയാലും ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ അച്ഛനും കൂടി പോകുവാണ്. അങ്ങനെ അവരുടെ ആ പ്ലാനിങ്ങും പൊളിഞ്ഞു. പക്ഷേ ഇവരുടെ ഒരു പ്ലാൻ നടക്കുന്നുണ്ട്. ആ പ്ലാൻ എന്താണെന്ന് ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ കൂടി പറയുന്നതാണ്. അതിലൂടെ സച്ചി നല്ലോണം പ്രതികരിച്ച് വർഷയുടെ അച്ഛൻ്റെ മുഖത്തിട്ട് അടിക്കുന്ന സീൻ വരെയുണ്ട്. ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് ആയിട്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.